വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിക്കിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യരോട് പറയുവാൻ തുടങ്ങി, ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ജീവിതത്തിൽ ഊർജം പകരുന്ന യേശുവിന്റെ വചനങ്ങൾ. ഒരിക്കൽ യേശുവിന്റെ വചനങ്ങൾ ശ്രവിക്കുന്നതിനു വേണ്ടി വന്നുകൂടിയ ജനാവലി വളരെ വലുതായിരുന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നു. ആ ജനങ്ങളോട് യേശു തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. യേശു ശ്രോതാക്കളോടായിട്ട് പറയുന്നു, യഹൂദ സമുദായത്തിലെ പ്രബലരായിട്ടുള്ളൊരു വിഭാഗക്കാരാണ് ഫരീസയർ എന്ന് നിങ്ങൾക്കറിയാം. ഈ ഫരീസയരിൽ പലരും തന്നെ സാധാരണ ജനങ്ങളെ കെണിയിൽപ്പെടുത്തത്തക്ക വിധത്തിൽ കൗശലത്തോടും കാപട്യത്തോടും കൂടെ പല പദ്ധതികളുമായിട്ട് നിങ്ങളെ സമീപിക്കാം. അവരുടെ കെണികളിൽ നിങ്ങൾ പെടാതെ സൂക്ഷിക്കണം എന്ന് ഒരു മുന്നറിയിപ്പ് യേശു നൽകുകയാണ്. യേശു തുടർന്ന് പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാപട്യവും കൗശലവും ഒക്കെ വെളിവാക്കപ്പെടും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു വസ്തുതയാണ്. അവർ ഒരുപക്ഷെ നിങ്ങളെ ശാരീരികമായിട്ട് ക്ഷതമേൽപ്പിക്കാനും മറ്റു ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനും ഇടവന്നേക്കാം. നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ടതില്ല. നിങ്ങളുടെ ശരീരത്തിനേക്കാൾ ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളത് നിങ്ങളുടെ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ചുള്ള നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ആത്മാവിന്റെ ജീവനാണ്. ആ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ചുള്ള നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ഇടവരുത്തരുത്. എന്തു തന്നെ പ്രകോപനങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും സ്വന്തം മനസാക്ഷിക്ക് എതിരായിട്ട് ആരെങ്കിലും പെരുമാറാൻ ഇടവന്നാൽ അത് ആ വ്യക്തിയോട് ക്ഷമിക്കപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം അത് മാനസാന്തരത്തിനെ, പശ്ചാത്താപത്തിനെ വക നൽകുന്നൊരു തെറ്റായിട്ട് അല്ല അത് പരിണമിക്കുക. അതുകൊണ്ട് സ്വന്തം മനസാക്ഷിയുടെ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ആർജവത്വം നിങ്ങൾ കാണിക്കണം. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഇടവരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങള് സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. യേശു തുടർന്ന് പറയുന്നു, 2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നുണ്ട് ചന്തയിൽ. പക്ഷേ കുരുവികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് മനുഷ്യരായ നിങ്ങൾ. നിങ്ങളുടെ കാര്യത്തിൽ അതീവം ശ്രദ്ധേയനാണ് പിതാവായ ദൈവം. അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾ നഷ്ടധൈര്യരാകാതെ, ഭയചകിതരാകാതെ മനസാക്ഷിയുടെ ബോധ്യങ്ങൾക്കനുസരിച്ച്
ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ആർജവത്വവും ധീരോദാത്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങളുടെ തലമുടിയുടെ ഓരോ നാര് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിൽ ഒന്ന് താഴെ വീഴുന്നപ്പോഴും നിങ്ങളുടെ പിതാവ് അറിയാതെ നടക്കുന്നില്ല. ഒന്ന് വെളുക്കുന്നതോ കറക്കുന്നതോ പിതാവിന്റെ അറിവല്ലാതെ അല്ല നടക്കുന്നത്. ഇത്രയും സസൂക്ഷ്മമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന പിതാവ് നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ആകുലചിത്തരാകുന്നു? ആ പിതാവിൽ നിങ്ങൾ ആശ്രയിച്ച് ആ പിതാവിന്റെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി നിങ്ങൾ ആകുലചിത്തരാകേണ്ടതില്ല എന്ന സ്വാന്തനത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് ശ്രമിക്കാവുന്നതാണ്.